രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിയുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതികളില്ലല്ലോ എന്നതായിരുന്നു. പിന്നീട് പരാതി വരുന്നു. പക്ഷേ ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും രാഹുലിന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഇതൊക്കെ വളരെ കൃത്യമായി KPCC പ്രസിഡന്റ് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് KPCC പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഒരു വ്യത്യാസവും ഒരാൾക്കുമില്ല. മറ്റൊരു അഭിപ്രായം സ്വീകരിക്കാനുള്ള അവകാശം എനിക്കുമില്ല, മറ്റൊരാൾക്കുമില്ല. എല്ലാവരുമായി കൂടിയാലോചന നടത്തിയിട്ടാണ് KPCC പ്രസിഡന്റ് നേരത്തെ നടപടി പ്രഖ്യാപിച്ചതും ഇപ്പോഴുള്ള തീരുമാനം പ്രഖ്യാപിച്ചതും. മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അല്ല, ക്ലിയറാണ്. ഞാൻ ഇതിന്റെ അപ്പുറത്തേക്ക് പറയാനില്ല ഈ വിഷയത്തിൽ. കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന്, ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ, ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നും ചെറുവിരലനക്കാതെ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന CPM-കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല. കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി, എനിക്ക് അഭിമാനമുണ്ട്, നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM-ആണ്. ഞങ്ങൾ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങള് പരാതി പോലും ഇല്ലാതെ നടപടി സ്വീകരിച്ച ഒരു പാർട്ടി എന്തിനാ അങ്ങനെ പറയണം? അങ്ങനെയൊന്നും പറയില്ല. കൂടിയാലോചന നടത്തി എഴുതിയ മുഖപ്രസംഗത്തിന്റെ അകത്ത് പറയുന്നത് ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ്. അത് അവരോട് എഴുതിയവരോട് പോയി ചോദിക്കും, എനിക്കറിയില്ല. എല്ലാവരും കൂടി K. സുധാകരൻ പറയുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. വേറെ വല്ലതും ഉണ്ടോ? K. സുധാകരൻ പറയുന്നത് ഈ രാഹുൽ ചെയ്തത് ഇത് സംബന്ധിച്ച് അത് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. രാഷ്ട്രീയ ഭാവി അല്ലാതെ ഓരോരുത്തരുടെ പാർട്ടിയുടെ അഭിപ്രായം KPCC പ്രസിഡന്റ് പറഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്, അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം എനിക്ക് പറയാൻ പറ്റില്ല, വേറെ ആർക്കും പറയാൻ പറ്റില്ല. അത് അദ്ദേഹം എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. വേറെ എന്തെങ്കിലും ഉണ്ടോ? സൈബർ ആക്രമണം നടത്തുന്നത് രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അതിനൊക്കെയുള്ള മറുപടി ഞാൻ നേരത്തെ തന്നല്ലേ.